ഹരേ കൃഷ്ണ. ഇന്നത്തെ വിഷയം യശോദാദേവിയും കണ്ണനും. യശോദാദേവിയോളം പുണ്യം ചെയ്ത അമ്മ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. കാരണം വൈകുണ്ഠാധിപതിയായ മഹാവിഷ്ണു ഒരു കുഞ്ഞായി ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ വളർത്താൻ ഭഗവാൻ നിയോഗിച്ചത് യശോദാദേവിയെയാണ്. ദേവകീദേവിയാണ് അമ്മ എങ്കിലും വളർത്താനുള്ള ഭാഗ്യം സിദ്ധിച്ചത് യശോദാദേവിക്കാണ്. അത്രയ്ക്കും പുണ്യം ചെയ്ത അമ്മയാണ് യശോദാദേവി. കുഞ്ഞുണ്ണിക്കണ്ണനെ ഊട്ടാനും ഉറക്കാനും പാലും വെണ്ണയും വേണ്ടുവോളം കൊടുത്ത് ഉണ്ണിവയർ നിറയ്ക്കാനും കണ്ണൻ്റെ കുസൃതികളായാലും സ്നേഹമായാലും വേണ്ടുവോളം ആസ്വദിക്കുവാനും ഭാഗ്യം സിദ്ധിച്ച അമ്മയാണ് യശോദാദേവി. 12 വയസ്സുവരെയേ ആ അമ്മയ്ക്ക് വളർത്താനായുള്ളൂവെങ്കിലും നെഞ്ചോട് ചേർത്ത് വെച്ച് ഉറക്കാനും പാലൂട്ടാനും കണ്ണൻ്റെ കൊഞ്ചലും കുസൃതികളും ആസ്വദിക്കാനുമുള്ള ഭാഗ്യം സിദ്ധിച്ച ആ അമ്മയുടെ പേര്, യശോദാമ്മയുടെ പേര് ഉച്ചരിക്കുന്നത് പോലും മഹാപുണ്യമാണ്. മക്കളുള്ള എല്ലാ അമ്മമാരും ഇനി മുത്തശ്ശിമാരും ഒക്കെ യശോദാമ്മയുടെയും കണ്ണൻ്റെയും കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കണ്ണൻ വൃന്ദാവനത്തിലാടിയ ധാരാളം ലീലകളില്ലേ? ഈ കണ്ണൻ്റെ ലീലകൾ നന്നായി ആസ്വദിക്കും നമ്മുടെ കുട്ടികൾ. കുട്ടികളുടെ മനസ്സിൽ കൃഷ്ണപ്രേമം വളരാൻ വളരെ നല്ലതാണ് കണ്ണൻ്റെ ലീലകൾ. ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഭഗവാന്റെ ഭക്തരാവട്ടെ. ഇനി കണ്ണൻ്റെ രസകരമായ 1-2 വൃന്ദാവന ലീലകൾ പറയാം. വളരെ കുസൃതിയായിരുന്നല്ലോ കണ്ണൻ. അമ്മയ്ക്കാണെങ്കിൽ ധാരാളം പണികളും ഉണ്ടാവും. കണ്ണനെ കുളിപ്പിക്കാൻ അമ്മ എണ്ണ തേപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ട് തോർത്തോ മറ്റോ എടുക്കാൻ തിരിയുമ്പോഴേക്കും ഒന്നുകിൽ കിണറിലേക്ക് എത്തി വലഞ്ഞു നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ എണ്ണ തേച്ച ദേഹം കൊണ്ട് മണ്ണിൽ കിടന്ന് ഉരുളുന്നുണ്ടാവും. പിന്നെ എവിടെയെങ്കിലും പോയി ഒളിച്ചു നിൽക്കും ചിലപ്പോൾ. അതുമല്ലെങ്കിൽ പൂച്ചയുടെയോ പൂമ്പാറ്റയുടെ പിറകിൽ ഓടുന്നുണ്ടാവും. ഈ എണ്ണ തേച്ച് ഓടുന്ന കണ്ണനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുമോ? കൈ വഴുതി പോവില്ലേ? ഒരു വിധം പിടിച്ചു നിർത്തി കുളിപ്പിച്ച് ദേഹം തുടച്ച് കഴിയുമ്പോഴേക്കും യശോദാമ്മ ഒരു വഴിക്കായിട്ടുണ്ടാവും. ഇനി അടുത്ത പടി എന്താണെന്ന് വെച്ചാൽ കണ്ണനെ സുന്ദരനാക്കി ഒരുക്കി കൊടുക്കലാണ്. എത്ര ഒരുക്കിയാലും യശോദാമ്മയ്ക്ക് മതിയാവില്ല. മുത്തും പവിഴവും കൊണ്ടുള്ള മാലകൾ അണിയിച്ചും വളകളും കമ്മലൊക്കെ അണിയിച്ച് മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് അരയിൽ കിങ്ങിണിയും കാലിൽ കാൽത്തളകളും കെട്ടി കണ്ണെഴുതി പൊട്ടുതൊട്ട് കണ്ണനെ ഒരുക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുസൃതിയെ എങ്ങനെ ഒരുക്കാൻ പറ്റുമെന്ന് അല്ലേ? എന്നാൽ കേട്ടോളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ കണ്ണൻ ഒരു വികൃതിയും കാണിക്കില്ല, ഇളകാതെ നിൽക്കും. എങ്ങാനും അമ്മയ്ക്ക് തെറ്റിപ്പോയാലോ? എന്നിട്ട് പറയും, അമ്മേ കണ്ണെഴുതുമ്പോൾ കുറച്ചുകൂടി വാലിട്ടെഴുതണേ, പൊട്ട് തൊടുമ്പോൾ ഗോപിപ്പൊട്ട് വേണേ എന്നൊക്കെ എല്ലാ അഭിപ്രായങ്ങളും പറയും. 1000 വർഷം തപസ് ചെയ്യുന്ന യോഗികൾക്ക് പോലും അപ്രാപ്യനാണ് ഭഗവാൻ. ആ ഭഗവാനാണ് യശോദാമ്മയ്ക്ക് മുന്നിൽ അനുസരണയുള്ള ഒരു കൊച്ചുകുട്ടിയായി നിൽക്കുന്നത്. ഓർത്തു നോക്കൂ, ഭഗവാന്റെ അമ്മയാവാൻ യശോദാമ്മ ചെയ്ത പുണ്യം. ഇനി മറ്റൊരു ലീല കൂടെ പറയാം. ഒരിക്കൽ അമ്മ തയ്യാറാക്കി വെച്ച വെണ്ണപ്പാത്രം പൊട്ടിച്ചപ്പോൾ കണ്ണനെ അടിക്കാൻ വടിയുമായി കണ്ണൻ്റെ പിറകെ ഓടിയ അമ്മ. പരബ്രഹ്മത്തെ പിടിക്കാനാണ് അമ്മ ഓടുന്നത്. പക്ഷേ ആ അമ്മയ്ക്ക് മുന്നിൽ കണ്ണൻ കീഴടങ്ങി. കണ്ണൻ ഏങ്ങി ഏങ്ങി കരയുകയായിരുന്നു. താമര ഇതള് പോലെ മാർദ്ദവമുള്ള ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് കണ്ണുകൾ തിരുമി ഏങ്ങി ഏങ്ങി കരയുന്നു. പേടിയോടെ അമ്മയെ നോക്കുന്നു. അത് കണ്ട് യശോദ അമ്മയ്ക്ക് പാവം തോന്നി വടി ഉപേക്ഷിച്ചു. എന്നിട്ട് ഒരു കയറെടുത്ത് ഉരലിൽ കെട്ടാൻ ആരംഭിച്ചു. സാക്ഷാൽ പരബ്രഹ്മത്തെയാണ് ഒരു കയറെടുത്ത് ഉരലിൽ കെട്ടാൻ പോകുന്നത് എന്ന് അമ്മ അറിയുന്നുണ്ടോ? കണ്ണൻ കരയുന്നു, ദയനീയമായി അമ്മയെ നോക്കുന്നു, അമ്മയോട് കെട്ടല്ല അമ്മയെന്ന് അപേക്ഷിക്കുന്നു. പക്ഷേ കണ്ണനോടാണോ കളി? കണ്ണൻ്റെ അനുമതിയില്ലാതെ കണ്ണനെ കെട്ടാൻ പറ്റുമോ? യശോദാമ്മ കയറെടുത്ത് കെട്ടാൻ തുടങ്ങി. പക്ഷേ കയറിന് 2 ഇഞ്ച് നീളക്കുറവ്. അമ്മ മറ്റൊരു കയറെടുത്ത് അതും 2 ഇഞ്ച് നീളക്കുറവ്. ഇനി 2 കയറും കൂടെ കൂട്ടിക്കെട്ടി വീണ്ടും ശ്രമിച്ചു. അപ്പോഴും 2 ഇഞ്ച് നീളക്കുറവ്. എത്ര ശ്രമിച്ചിട്ടും ആ അമ്മയ്ക്ക് കെട്ടാൻ സാധിക്കുന്നില്ല. അവസാനം യശോദാമ്മ വിയർക്കാൻ തുടങ്ങി. അമ്മയോട് സഹതാപം തോന്നി കണ്ണനെ കെട്ടാനുള്ള അനുമതി കണ്ണൻ തന്നെ കൊടുത്തു. അപ്പോൾ മാത്രമേ ആ അമ്മയ്ക്ക് കണ്ണനെ ഉരലിൽ ബന്ധിക്കാൻ സാധിച്ചുള്ളൂ. അതായത് സ്നേഹമാകുന്ന പാശം കൊണ്ട് മാത്രമേ ആ സർവശക്തിനെ ബന്ധിക്കാൻ പറ്റുകയുള്ളൂ എന്നു സാരം. ഇന്ന തപം ചെയ്തനേ യശോദ, ഇന്ന തപം ചെയ്തനേ യശോദ, എങ്കും നിറൈ പരബ്രഹ്മം അമ്മ
செய்தனே. ஈரேழு புவனங்கள் படைத்தவனே, ஈரேழு புவனங்கள் படைத்தவனே, கையிலேந்தி ஷீராட்டி பாலூட்டி தாலாட்ட நீ என்ன தபம் செய்தனே. பிரம்மனும் இந்திரனும் மனதில் பொறாமை கொள்ள, பிரம்மனும் இந்திரனும் மனதில் பொறாமை கொள்ள, உரலில் கெட்டி வாய்ப்பொத்தி, உரலில் கெட்டி வாய்ப்பொத்தி கெஞ்ச வைத்தாய் என்ன தபம் செய்தனே. யசோதா என்ன தபம் செய்தனே. யசோதா என்றும் நிறை பரபிரம்மம் அம்மா என்றழகு என்ன தபம் செய்தனே. யசோதா.